വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രം പ്രചരിപ്പിച്ചതിന് കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതേ ചിത്രം ഒരു മാസം മുൻപ് പങ്കുവച്ച ബി നേതാവ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുക്കാത്തത് പോലീസിന്റെ ഇരട്ട നീതിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ രാഷ്ട്രീയ പോരും മുറുകുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെ കോഴിക്കോട് ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഖ്യമന്ത്രിയും പ്രതിയും രഹസ്യം പറയുന്ന തരത്തിലുള്ള നിർമ്മിത ചിത്രം പ്രചരിപ്പിച്ച് ലഹളയ്ക്ക് ശ്രമിച്ചു എന്നതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. എന്നാൽ താൻ പങ്കുവച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ട വീഡിയോയിലെ ദൃശ്യമാണെന്ന് ചിത്രമല്ലെന്നും സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. അതേസമയം പോലീസിന്റേത് ഇരട്ട നീതിയാണെന്ന രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. ഇതേ ചിത്രം ഒരു മാസം മുമ്പ് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖരൻ പങ്കുവച്ചിട്ടും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് ഈ അറസ്റ്റ് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചേവായൂർ സ്റ്റേഷൻ ഉപരോധിച്ചു. ചോദ്യം ചെയ്യലിനു ശേഷം സുബ്രഹ്മണ്യനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെങ്കിലും ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസ് പിടിച്ചെടുത്തു.